ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേതൊരു സ്കിൻ കെയർ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്കാണ്. വൺസ് ഞാനിത് ഉണ്ടാക്കി പരീക്ഷിച്ച് നല്ല റിസൾട്ടും ഉണ്ടായിരുന്നതാണ്. പക്ഷേ അന്ന് ഞാൻ ഒട്ടും ചിന്തിച്ചില്ല ഞാനൊരു 3-4 മാസവും കൂടെ കഴിഞ്ഞാൽ ഒരു യൂട്യൂബർ ആവുമെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് ക്യാപ്ചർ ചെയ്ത് വെക്കാൻ പറ്റിയില്ല. എനിവേ, ഇപ്രാവശ്യം ഞാനിത് ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്കൊക്കെ പിന്നീട് കാണിക്കുന്നതാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് അറിയാമല്ലോ. എന്നാലും നമ്മൾ വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ മാക്സിമം നാടൻ ഐറ്റംസ് നമ്മൾ വാങ്ങുക. അതായത് ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും നമുക്ക് ഏറ്റവും കുറവ് പോയ്സണസ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമോ അത് എത്രത്തോളം നല്ലത്. കാരണം നമ്മളിത് കൺസ്യൂം ചെയ്യുന്നത് റോ ആയിട്ടാണ്, ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് റോ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് മാക്സിമം നമ്മൾ നാടൻ ഐറ്റംസും വാങ്ങണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ പീൽ ചെയ്ത് കളയണം. ഒട്ടും തന്നെ അതിൻ്റെ പോയ്സൺ ഉള്ള ഭാഗം വെക്കാനോ അതുപോലെ തന്നെ അതിൻ്റെ തൊലിയൊന്നും വരാനോ പാടില്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ അതിനെല്ലാം സ്ക്രാപ്പ് ചെയ്ത് നല്ല രീതിയിൽ പീൽ ചെയ്ത് കളയണം. അതുപോലെ തന്നെ വെജിറ്റബിൾസിന് നമുക്ക് ചോയ്സ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നീഡ് എന്താണെന്നുള്ള രീതിക്ക് നമുക്ക് വെജിറ്റബിൾസിനെ ചോയ്സ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഹെയറിലാണ് കുറച്ച് കൂടുതൽ റിസൾട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂസ്ബെറീസ് ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് സ്കിന്നിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആപ്പിൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്ലെമിഷസ് ഒക്കെ മാറും. അതുപോലെ തന്നെ സ്കിൻ ലൈറ്റൻ ആവും. അതുപോലെ ക്യാരറ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിലുണ്ടായ സൺ ഡാമേജ് ഒക്കെ മാറ്റാൻ കഴിയും. അതുപോലെ ബീട്രൂട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രസൻസ് കൂട്ടിയിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ സ്കിൻ ഡാമേജ് ഒക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് എന്താണോ നീഡ് അതനുസരിച്ച് നമുക്കതിനെ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് മാറ്റാവുന്നതാണ്. ആൻഡ് ഓൾസോ ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞാൻ കറി ലീവ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. പക്ഷേ എനിക്ക് നല്ല പ്യുവറായിട്ടുള്ള കറി ലീവ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കറി ലീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കറി ലീവ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഒരുപാട് കറി ലീവ്സൊന്നും നമ്മൾ ആഡ് ചെയ്യരുത്. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഈ റോ ആയിട്ടുള്ള ഇലയൊക്കെ അരയ്ക്കുമ്പോഴായാലും ഇതൊരുമാതിരി മ്യൂക്കസ് പോലെയാവും. അപ്പോൾ ഇങ്ങനെ മ്യൂക്കസ് പോലെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിൽ കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജ് ഒന്ന് ഓഫായാലും അങ്ങനെയൊക്കെ വന്നാൽ പെട്ടെന്ന് ഈ സാധനം അങ്ങ് ഡീക്കേ ആയിപ്പോവും. അപ്പം നമ്മുടെ ജ്യൂസ് ടോട്ടലി ഡാമേജ് ആവും. അപ്പം വളരെ കുറച്ച് ക്വാണ്ടിറ്റി, അതായത് 2 തണ്ട് കറി ലീവ്സൊക്കെ ആഡ് ചെയ്താൽ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ് എന്താണോ, നമുക്ക് എന്തിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് നമ്മുടെ കണ്ടൻറ്റ്സ് ചൂസ് ചെയ്യാം. പിന്നെ വയറ്റിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണ്, അതായത് അസിഡിറ്റി അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിതിൽ ഇഞ്ചിയൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഇഞ്ചിയുടെ റോ ആയിട്ടുള്ള ഈ ജിഞ്ചറിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രത്തോളം ഇഷ്ടമല്ല. അതൊരു ഫ്ലേവറും കൂടെയാണ് കേട്ടോ. നമുക്ക് താല്പര്യമുള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്യാം. മെയിൻലി ഈ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ഡയറക്റ്റ് ബോഡിയിലേക്ക് കിട്ടുന്നതല്ല, പക്ഷേ ഇതിലൂടെ നമുക്ക് ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷനെ നമ്മുടെ ബോഡി ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മെയിൻലി ഇത് നമ്മുടെ ബോഡിയെ ഡീടോക്സിഫൈ ചെയ്യും. ഡീടോക്സിഫൈങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റ് ആവുന്നതും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് മാറുന്നത്, അതുപോലെ ഡീപിഗ്മെൻറ്റേഷൻ മാറുന്നത്, അങ്ങനെയുള്ള ടാനിങ്. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല സംഭവിക്കുന്നത്, ഇത് നമ്മുടെ ഓൾ ഓവർ ദ ബോഡിയും നമുക്ക് ഈ റിസൾട്ട് കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ ഈ നാച്ചുറലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ടേക്സ് ടൈം. എറൗണ്ട് നിങ്ങളൊരു 2-3 മാസമെങ്കിലും, കുറഞ്ഞതൊരു 2 മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യൂ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ജസ്റ്റ് ഒന്ന് നമ്മളെപ്പോഴും നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണല്ലോ, എല്ലാം ടൈം എടുത്ത് മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ റിസൾട്ടിൻ്റെ ടൈം ആവുമ്പോഴായിരിക്കും മിക്ക ആൾക്കാർ ഇത് ഡ്രോപ്പ് ചെയ്യുന്നത്, റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കുറഞ്ഞതൊരു 2-3 മാസമെങ്കിലും നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ, അതിപ്പോൾ നമ്മൾ ഈവൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്താലും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കോമൺ പ്രശ്നമാണ്. അതായത് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉള്ള ഒരു പ്രശ്നമാണ്, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമല്ലേ.
ഇങ്ങനെ പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒന്നും സത്യം പറഞ്ഞാൽ സേഫായിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല. ഇതെല്ലാം നമുക്ക് പുറമേ പെട്ടെന്നൊരു റിസൾട്ട് തരുന്നെങ്കിലും ഇത് ഇൻറ്റേർണലി നമ്മളെ എന്തൊക്കെയായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കിപ്പോൾ ഒരു കാര്യമായാലും നമുക്ക് പുറമേ സ്കിന്നിന് പുറമേ വന്നാലല്ലേ നമുക്കതിനൊരു സൈഡ് എഫക്റ്റായിട്ടും അങ്ങനെയൊക്കെ തോന്നുള്ളൂ. പക്ഷേ ഇൻറ്റേർണലി നമുക്ക് പല പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാകും. നമ്മൾ റീസെൻ്റായിട്ട് നമ്മുടെ സ്റ്റഡീസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഫെയർനെസ് ക്രീം തേച്ചിട്ട് കിഡ്നി ഡാമേജ് ആയി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അങ്ങനത്തെയുള്ള അഡ്വർടൈസ്മെൻ്റ് ഒന്നും കണ്ട് അതിൻ്റെ പിറകെ പോവാതിരിക്കുക. എന്താണ് നാച്ചുറലി നമുക്ക് നമ്മുടെ സ്കിന്നിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. സോ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങളിത് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഞാൻ ഈ 1 മന്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വീക്കിലി അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലത്. ഈ 1 മന്തിലേക്ക് നമ്മൾ ഇതിനെ പ്രിസർവ് ചെയ്യുന്നേക്കാളും ഒരു 2 വീക്സിനോ അല്ലെങ്കിൽ 1 വീക്സിനോ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അത്രത്തോളം നല്ലതാണ്. അപ്പം എന്തായാലും നമുക്കിത് ഒരുപാട് പൈസയൊന്നും കൊടുത്ത് മേടിക്കണ്ടല്ലോ. സാധാരണ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക്സ് ആയാലും ടാബ്ലറ്റ്സ് ആയാലും ഇഞ്ചെക്ഷൻ ആയാലും അതൊക്കെ ഹൈലി കോസ്റ്റാണ്. അത് പെട്ടെന്ന് റിസൾട്ട് തരുമെങ്കിലും കോസ്റ്റ് ഹൈ ആണ്. നമുക്കിത് കോസ്റ്റ് ഫ്രീ ആണ്. നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് സ്കിന്നിലേക്ക് കിട്ടുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിൻ മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഇമ്പ്രൂവ് ആവുകയാണ്. കൊച്ചു മക്കളൊക്കെ ഇത് കുടിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കും കൊടുക്കുക. അവരുടെ ഇനി വരുന്ന തലമുറയായാലും നല്ല ഹെൽത്തി സ്കിന്നായിട്ടുള്ളതൊക്കെ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. നല്ല ഹെൽത്തി സ്കിന്നായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമ്മുടെ ഈ കോൺഫിഡൻസിനെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അത് നമുക്ക് സ്വാഭാവികമായും എല്ലാവർക്കും പറയാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഹെൽത്തി ആയിരുന്ന, ഒന്ന് ഗ്ലോ ആയിരുന്നാൽ, ഒന്ന് ഈവൻ ടോൺ ആയിരുന്ന, ഡാർക്ക് പാച്ചസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുമല്ലേ. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നൊക്കെ കിട്ടിയാൽ നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സിൻ്റെയൊന്നും ആവശ്യം പോലും ഇല്ലാതെ വരും. അതായത് ഈ ഫൗണ്ടേഷൻ, അതുപോലെ കൺസീലർ, അങ്ങനെയൊക്കെ ഉള്ള സാധനത്തിൻ്റെ ഉപയോഗമേ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാമെങ്കിൽ, നമ്മുടെ സ്കിന്ന് നല്ല സപ്ലായിട്ട് ഇരിക്കുമെങ്കിൽ നമുക്കിതിൻ്റെ ഒന്നും യൂസ് ചെയ്യാൻ നമുക്ക് പിന്നെ വരുന്നില്ല അല്ലേ ലൈഫിലേക്ക്. പിന്നെ നമ്മുടെ സ്കിൻ കെയറിലായാലും നമ്മൾ കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ അഡാപ്റ്റേഷനാണ് നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. മിക്കവരും കയ്യിലുണ്ടെങ്കിൽ പോലും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ മെയിനായിട്ട് പറയുന്നത്. ഞാൻ എപ്പോഴും സൺസ്ക്രീൻ ഇടാൻ വേണ്ടിയിട്ട് നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. ഞാൻ പുറത്തിറങ്ങുകയാണെങ്കിൽ മാത്രമേ സൺസ്ക്രീൻ ഇടാറുള്ളൂ. പക്ഷേ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നമ്മൾ സൺസ്ക്രീൻ വീട്ടിൽ നിന്നാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഈ ബെറ്റർ റിസൾട്ട് വരുന്നവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഗ്ലോ കൊണ്ടുവന്നാലും, നോർമലി ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ വന്നാലും അത് പെർസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സണ്ണിൽ നിന്നുള്ള ഡാമേജിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ എന്തൊക്കെ ഗ്ലോ കൊണ്ടുവന്നാലും അതൊന്നും പെർസിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതാണ് മെയിൻ റീസൺ. എനിവേ നമ്മുടെ ജ്യൂസിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു വലിയ ബൗളിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐസ് ക്യൂബ് ട്രേ ഇല്ലെന്നുള്ളതാണ് കേട്ടോ വേറൊരു സത്യം. അത് ഞാൻ അവസാനമാണ് തിരിച്ചറിഞ്ഞ്. പിന്നെ ബാക്കി വന്ന സാധനം ഞാൻ കളഞ്ഞില്ല. അതിന് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ സ്ട്രെയിൻ ചെയ്തിട്ട് അതങ്ങനെ നമുക്ക് ബോട്ടിലിൽ അടച്ച് സൂക്ഷിച്ചിട്ട് 2 ദിവസം ഫസ്റ്റ് 2 ഡേയ്സ് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ക്യൂബ് എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ മതിയല്ലോ. വളരെ ഈസിയാണ്. രാവിലെ എണീക്കുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാക്കണം. കാരണം ഈ ഐസ് ക്യൂബ്സ് ഇടപ്പം അതൊന്ന് തണുത്തു പോകും. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ തിളച്ച ശേഷം അതിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ട് കുടിച്ചാൽ നിങ്ങളുടെ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് റെഡിയാണ്. അതുപോലെ നല്ല റിസൾട്ടും കിട്ടും. പക്ഷേ നിങ്ങൾ കുറച്ച് നാളെങ്കിലും അതിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല പെർസിസ്റ്റ് ചെയ്യുന്ന റിസൾട്ടാണ്. അതിനൊന്ന് ശ്രദ്ധിക്കണമെന്നുള്ളത് മാത്രം. അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തോണം സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത്. എനിവേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.